നമസ്കാരം. ഇമ്പൾസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പറയാൻ പോകുന്നതെന്ന് വെച്ചാൽ, കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഇന്ത്യയും മറ്റ് രാജ്യങ്ങളിലൊക്കെ ഞെട്ടിച്ച ഒരു കേസ് ഉണ്ടായിരുന്നു. ജെഫ്രി എഡ്വേർഡ് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ എപ്സ്റ്റീൻ ഫയൽസ്. അപ്പം ലോകത്തെ മുഴുവനും ഞെട്ടിച്ച ഒരു 18 വയസ്സിന് താഴെയുള്ള ലൈംഗിക അക്രമമാണ്. ജെഫ്രി എപ്സ്റ്റീൻ്റെ ഒരുപാട് കഥകൾ മലയാളത്തിലും പിന്നെ നെറ്റ്ഫ്ലിക്സിലുള്ള ഡോക്യുമെൻ്ററിയൊക്കെ ഞാൻ കണ്ടായിരുന്നു. അവനെ ഈ എപ്സ്റ്റീൻ്റെ കുറേ കാര്യങ്ങൾ ഞാനിങ്ങനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഏകദേശം 35 ലക്ഷത്തോളം ഡോക്യുമെൻറ്റുകളും 1,80,000 ഫോട്ടോസും 7,000 സംതിങ് വീഡിയോസും ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ കണ്ടായിരുന്നു. കൂടുതലും എപ്സ്റ്റീൻ്റെ ആ ഒരു പ്രൈവറ്റ് ഐലൻഡിൻ്റെ ആ മാളികയുടെ ഫോട്ടോസാണ്. അവരുടെ ബെഡ്റൂമിൻ്റെയും പിന്നെ സ്വീകരണ മുറിയുടെയും ടോയ്ലറ്റിൻ്റെയൊക്കെ ഫോട്ടോസൊക്കെയാണ് കൂടുതലും അതിൻ്റെ അകത്തുള്ളത്. പിന്നെ ഉള്ളത് എപ്സ്റ്റീനും എപ്സ്റ്റീൻ്റെ കാമുകിയും പാർട്ട്ണറുമായ ഗിലെൻ മാക്സ്വെല്ലിൻ്റെയാണ്. അതിൻ്റെ അകത്ത് കുറച്ച് ഫോട്ടോസ് മാത്രമേ ഉള്ളൂ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് വിക്ടിംസ് ആയിട്ടുള്ള പെൺകുട്ടിയുടെ ഫോട്ടോസ് ഇങ്ങനെ ഒരു ബ്ലാക്ക് കൊണ്ട് മറച്ചിട്ടുള്ളത്. അത് കുറച്ച് മാത്രം ഉള്ളായിരുന്നു. പിന്നെ പറയുന്നത് ഏറ്റവും കൂടുതൽ ഈ ഒരു പാർട്ടിയിൽ പങ്കെടുത്തിട്ടുള്ളത് ഡൊണാൾഡ് ട്രംപ് ആണെന്നാണ് അറിയുന്നത്. പിന്നെ അല്ലാതെ ഒരുപാട് ഫേക്കായിട്ടുള്ള കാര്യങ്ങളും ഇതിൻ്റെ അകത്തുനിന്ന് വരുന്നുണ്ട്. അപ്പം ഈ എപ്സ്റ്റീൻ 2019 ജയിലിൽ വെച്ച് മരിച്ചെന്നാണ് പറയുന്നത്. പിന്നെ എപ്സ്റ്റീൻ്റെ കാമുകിയായ ഗിലെൻ മാക്സ്വെൽ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു വീഡിയോ കണ്ടായിരുന്നു ഗിലെൻ മാക്സ്വെല്ലിൻ്റെ. അപ്പോൾ ഒരുപാട് അതിനെതിരായിട്ട് ഒരുപാട് വീഡിയോസ് വരുന്നുണ്ടായിരുന്നു. ഇത് ഗിലെൻ മാക്സ്വെൽ അല്ല, ഇതൊരു ഡബിൾ ബോഡിയാണ്, ഇതൊരു ഹ്യൂമൻ ഡമ്മിയാണെന്നാണ് ഒരുപാട് ആളുകൾ പറയുന്നത്. അതിന് ഒരുപാട് ആളുകൾ റിയാക്ട് ചെയ്യുന്നുണ്ട്. അവരുടെ യഥാർത്ഥ മുഖവും പിന്നെ ഈ ഫേക്കായിട്ടുള്ള ഈ വ്യക്തിയുടെ ഫോട്ടോയും വെച്ചൊക്കെ താരതമ്യം ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ മൂക്ക്, താടി, കണ്ണ് പലതും അവരങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ഒക്കെ ഒരു ചേർച്ച പോലും ഇല്ലാത്ത മുഖമാണ് ഇപ്പോൾ കാണിക്കുന്ന ഗിലെൻ മാക്സ്വെല്ലിൻ്റെ ഡൂപ്പിൻ്റെ. അതിൻ്റെ നമുക്കൊന്ന് കാണാം. ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഒന്ന് എടുത്തു പറയുന്നത് മൂക്കാണ്. ഈ ഗിലെൻ മാക്സ്വെല്ലിൻ്റെ ശരിക്കുള്ള മൂക്ക് നല്ല നീളം ഉള്ള മൂക്കാണ്. ഈ മൂക്കിൻ്റെ അറ്റത്തുനിന്ന് നല്ലൊരു ഒരു നീളമുണ്ട്. പക്ഷേ ഈ ഫേക്ക് പേഴ്സൺ ഇപ്പോൾ ജയിലിലുള്ള ഈ ഡൂപ്പ് ഒരുപാട് വ്യത്യാസമുണ്ട്. അവരുടെ മൂക്കെന്ന് പറഞ്ഞാൽ വലിയ മൂക്കാണ്. പിന്നെ അടുത്തത് താടിയാണ്. യഥാർത്ഥ ഗിലെൻ മാക്സ്വെല്ലിൻ്റെ താടി എന്ന് പറഞ്ഞാൽ നീണ്ട താടിയാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഇപ്പം കാണിക്കുന്ന സ്ത്രീയുടെ താടി എന്ന് പറഞ്ഞാൽ ചെറിയ താടിയാണ്. പിന്നെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. ചിരിയും പിന്നെ കണ്ണിൻ്റെയൊക്കെ ഒരുപാട് വ്യത്യാസങ്ങൾ ഉണ്ട്. എല്ലാവരും പറയുന്നത്, എനിക്ക് കണ്ടപ്പോഴും ഇതൊരു മനസ്സിലായതാണ്, ഇത് ഫേക്കാണ്, ഇത് ഒറിജിനൽ ഗിലെൻ മാക്സ്വെൽ അല്ല. കാരണം എന്ന് വെച്ചാൽ ഒരുപാട് വ്യത്യാസമുണ്ട്. പിന്നെ നമുക്ക് അവരുടെ ശബ്ദമൊന്നും അറിയത്തില്ല. ഞാൻ ശബ്ദമൊന്നും അങ്ങനെ കേട്ടിട്ടില്ല. പിന്നെ കഴിഞ്ഞ ദിവസവും ഞാൻ ഈ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ ഓരോ വീഡിയോസ് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നതാണ്. അപ്പം ഇന്നലെ ഞാനൊരു വീഡിയോ സെർച്ച് ചെയ്തായിരുന്നു ഗിലെൻ മാക്സ്വെൽ. അപ്പോൾ ഒരു ഷോർട്ട് വീഡിയോ ഞാൻ കണ്ടായിരുന്നു. അത് വേണമെങ്കിൽ അത് ഞാൻ വന്ന് കാണിച്ചില്ല. Ghilan? Do I know you? You like Ghilan? No, sorry. No? I used to order hella pizza off of her. Oh, really? She always delivered, yeah. ഇത് കാനഡയിൽ വെച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു സ്ട്രീറ്റിൽ ഇങ്ങനെ ഒരു പെണ്ണിങ്ങനെ നിൽക്കുമ്പം അയാൾ
അപ്പം തന്നെ അവരെ വിളിക്കുകയാണ് ഗിലെൻ. അത് കേട്ടപ്പം അവർ തിരിഞ്ഞു നോക്കണ്ടായി. ആ രൂപം കണ്ട ഏതൊരാൾക്കും പറയാൻ പറ്റും അത് ഗിലെൻ മാക്സ്വെല്ലാണ്. കാരണം എന്ന് വെച്ചാൽ അതേപോലെ തന്നെയാണ് അവരുടെ ചിരിയും കണ്ണും പിരിയവും മൂക്കും പല്ലും ചുണ്ടുമൊക്കെ. എനിക്കൊന്ന് ഗിലെൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ ആൾ ജയിലിലില്ല. പകരം അവരുടെ അതേ ഒരു മുഖ ഷേപ്പൊക്കെ ഉള്ള മറ്റൊരു വ്യക്തിയാണ് ജയിലിൽ വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഒരാൾ പെട്ടെന്ന് ഒരു പരിചയക്കാരനല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരാൾ പെട്ടെന്ന് ഗിലെൻ എന്ന് പറയുമ്പം അവരുടെ ആ പേര് കേൾക്കുമ്പം അവർ ഒന്ന് എന്താ പറയുക ഞെട്ടി നോക്കുന്ന സ്വാഭാവികമാണ്. കാരണം എന്ന് വെച്ചാൽ അവരങ്ങനെ അവിടെ അറിയപ്പെടുന്ന ഒരാളല്ലായിരിക്കും, ഒളിച്ച് താമസിക്കുന്നവരായിരിക്കും. പെട്ടെന്ന് ഒരാൾ തൻ്റെ യഥാർത്ഥ പേര് പറയുമ്പം ആരായാലും ഒന്ന് ഞെട്ടിപ്പോവും, നോക്കുകയും ചെയ്യും. അപ്പോൾ ഇവിടെയും സംഭവിച്ചത് അത് തന്നെയാണ്. ഒരാൾ ഗിലെൻ എന്ന് വിളിച്ചപ്പോൾ ആ സ്പോട്ടിൽ തന്നെ അയാളെ തിരിഞ്ഞു നോക്കണ്ടായി. ഈ ഫോട്ടോയുടെ എന്താ പറയുക രൂപ സാദൃശ്യം നമുക്ക് നോക്കാം. യഥാർത്ഥ ഗിലെൻ മാക്സ്വെലിൻ്റെയും പിന്നെ ഇപ്പോൾ കണ്ട ഷോർട്ട് വീഡിയോയിലുള്ള സ്ത്രീയും ഏതാണ്ട് ഒരേപോലെ തന്നെയാണ്. അവരുടെ മൂക്ക് അതേപോലെ തന്നെ നീളം മൂക്ക്. ആ മൂക്കിൻ്റെ അറ്റം എന്താ പറയുക ഇങ്ങനെ ഒരു കൂർത്ത് ഉള്ള പോലെ തന്നെ. പിന്നെ ഇതിൻ്റെ അകത്ത് കൂടുതലായിട്ടും പറയാനുള്ളതെന്ന് പറഞ്ഞാൽ കണ്ണ്. ഈ ഇടത് കണ്ണ് ചെറുതായിട്ടൊന്ന് താഴ്ന്നതാണ്. യഥാർത്ഥ ഗിലെൻ മാക്സ്വെലിൻ്റെ ഇടത് കണ്ണ് ചെറുതായിട്ടൊന്ന് താഴ്ന്നതാണ്. ഇപ്പം ഈ ഷോർട്ട് വീഡിയോയ്ക്കകത്ത് കണ്ട സ്ത്രീയുടെ കണ്ണും അതേപോലെ തന്നെയാണ്. ഇങ്ങനെ ഇടത് കണ്ണ് ഇച്ചിരി താഴ്ന്നതാണ്. പിരിയവും അതേപോലെ തന്നെ പൊങ്ങിയ പിരിയമാണ്. നീളം വളരെ കനം കുറഞ്ഞ പൊങ്ങിയ പിരിയും. പിന്നെ താടിയും ഏതാണ്ട് അതേപോലെ നീളമുള്ള താടി. ചിരിയും പല്ലും അതേപോലെ തന്നെ സെയിം. ആ പല്ലിൻ്റെ ആ ഒരു എന്താ പറയുക ചെറിയ ആ ഒതുങ്ങിയിട്ടുള്ള ആ പല്ലൊക്കെ അതേപോലെ തന്നെയാണ്. എനിക്ക് തോന്നുന്നു ഈ കാനഡയിലുള്ളതാണ് യഥാർത്ഥ ഗിലെൻ മാക്സ്വെൽ. ജയിലിലുള്ളത് ഫേക്കാണ്. അത് ജനങ്ങളെ പറ്റിക്കാൻ, ആ വിക്ടിമുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്തിട്ടുള്ള പണിയാണെന്നാണ് തോന്നുന്നത്. സംശയമാണ്, ഉറപ്പല്ല. അപ്പം ഒരുപാട് സാദൃശ്യമുണ്ട്, സാദൃശ്യമുണ്ട് യഥാർത്ഥ ഗിലെൻ മാക്സ്വെലിൻ്റെ ഫോട്ടോയും പിന്നെ ഇപ്പം കണ്ട ഷോർട്ട് വീഡിയോയിലുള്ളവർ രൂപം അതേപോലെ തന്നെയുണ്ട്. കണ്ണും പിരിയും ഒക്കെ അതുപോലെ ഉണ്ട്. ഇനിയിപ്പോൾ മുടിയൊന്നും കാണാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ തണുപ്പായതുകൊണ്ട് മുഴുവനും കവർ ചെയ്തിരിക്കുകയാണ്, താടിയൊക്കെ കവർ ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഏതൊരാൾക്കും മനസ്സിലാവും ഈ ഫോട്ടോയിൽ കാണുന്ന ആൾ തന്നെയാണ് ഗിലെൻ മാക്സ്വെൽ എന്ന്. അപ്പം ഒരുപാട് ആളുകൾ വിശ്വസിച്ചിരിക്കുന്നത് അവർ ജയിലിലുണ്ടെന്നാണ്. അവരുടെ ജയിലിലുള്ളൊരു ചോദ്യം ചെയ്യലിൻ്റെ വീഡിയോ കണ്ടപ്പം ഒരുപാട് ആളുകൾ അതിനെ റിയാക്ട് ചെയ്ത് അത് ഗിലെൻ മാക്സ്വെൽ അല്ല, അത് മറ്റൊരു ഡബിൾ ബോഡി എന്നാണ് അതിന് കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ക്യാപ്ഷനൊക്കെ. അപ്പോൾ മറ്റൊരു ഫേക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയെ വെച്ചാണ് അവർ ചോദ്യം ചെയ്യുന്നത്. ഗിലെൻ മാക്സ്വെൽ കാനഡയിൽ അവരുടെ ബ്രദറിൻ്റെ ഒപ്പമാണ് ഈ വീഡിയോ ഉള്ളതെന്നാണ് പറയുന്നത്. അവരുടെ ബ്രദറിൻ്റെ ഒപ്പം ജീവിക്കുന്നു. എപ്സ്റ്റീൻ, ഈ ജെഫ്രി എഡ്വിൻ എപ്സ്റ്റീൻ 2019 മരിക്കുന്നത്. അത് ഇനി സത്യമാണോ എന്ന് നമുക്കൊന്നും അറിയത്തില്ല. കാരണം ഈ ഒരു വീഡിയോ വരുമ്പം അതും ജനങ്ങൾക്കൊരു സംശയമായിട്ടൊക്കെ തോന്നാം. ഉറപ്പില്ല, ഒക്കെ സംശയമാണ്, ഡൗട്ട് മാത്രമാണ്. പക്ഷേ ഈ കണ്ട സ്ത്രീയെയും ഗിലെൻ മാക്സ്വെലും തമ്മിൽ ഒരുപാട് ഒരേപോലെയാണ്. അവരുടെ കണ്ണും ആ പിരിയുമൊക്കെ അതേപോലെ തന്നെയാണ് മൂക്കും. അപ്പം ഏതാണ് ശരി തെറ്റെന്ന് നമുക്കറിയത്തില്ല. അപ്പം അതിന് അധികാരപ്പെട്ടവർ അന്വേഷിക്കണം. അതിലെ വിക്ടിമുകൾക്ക് നീതി ലഭിക്കണം. അവരിപ്പോഴും അതിനു വേണ്ടിയിട്ട് എന്താ പറയുക ഫൈറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ എപ്സ്റ്റീൻ കഥകൾ ഇന്ന് ലോകത്തെ മുഴുവനും ഞെട്ടിച്ചിരിക്കുകയാണ്. ഒരുപാട് കഥകൾ ഒരുപാട് യൂട്യൂബേഴ്സും അത് ഇപ്പോൾ മലയാളത്തിലും ഇംഗ്ലീഷിലും പിന്നെ നെറ്റ്ഫ്ലിക്സിൽ അതിൻ്റെ ഡോക്യുമെൻ്ററി ഒക്കെ ഉണ്ട്. രണ്ടുപേരും ഉണ്ട്.
എപ്സ്റ്റീൻ്റെ ഉണ്ട്, ഗിലിയൻ മാക്സ്വെല്ലിൻ്റെ ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾ കാണുക. പിന്നെ ഇതിനെപ്പറ്റി നമുക്ക് കൂടുതലായിട്ടൊന്നും ഉറപ്പിക്കാൻ പറ്റത്തില്ല, ഇതൊക്കെ സംശയം മാത്രമാണ്. അപ്പം വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കാര്യങ്ങൾ അറിയാം. അപ്പം നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഈ ഒരു കാര്യം വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. അപ്പം നല്ല ഒരു വാർത്തയാകട്ടെ ഇത്. അപ്പോൾ അവരല്ലെങ്കിൽ നല്ല കാര്യം, ആണെങ്കിൽ അത് അവരുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിന് വലിയൊരു നാണക്കേടായിരിക്കും. അപ്പോൾ ഇനിയൊന്നും പറയാനില്ല. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നന്നായിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെന്നെ സപ്പോർട്ടും കൂടെ ഒന്ന് ചെയ്തേക്കാം. അപ്പോൾ ബൈ.